ഈശോയിൽ എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 15-ാമത്തെ തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: എനിക്കിഷ്ടമുള്ള ഇടയന്മാരെ ഞാൻ നിങ്ങൾക്ക് നൽകും, അവർ ജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ നിങ്ങളെ പാലിക്കും. ആഗസ്റ്റ് 4-ാം തീയതി എല്ലാ ഇടയന്മാർക്കും മാതൃകയായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ഓർമ്മദിനമാണ്. വിശുദ്ധ ജോൺ മരിയ വിയാനി തൻ്റെ പൗരോഹിത്യ സ്വീകരണത്തിന് ശേഷം അയക്കപ്പെടുക എല്ലാവരാലും എഴുതി തള്ളപ്പെട്ട, ആത്മീയമായി ക്ഷയിച്ച ആർസ് എന്ന ഇടവക സമൂഹത്തിലേക്കാണ്. ആർസിലെത്തി പള്ളിയിലേക്കുള്ള വഴിയറിയാതെ ഉഴലുന്ന അദ്ദേഹം അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് പള്ളിയിലേക്കുള്ള വഴി ചോദിക്കുന്നുണ്ട്. പള്ളിയിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കാനായി ഒരു കുട്ടി അദ്ദേഹത്തോടൊപ്പം കൂടുന്നുണ്ട്. ദൂരെ നിന്ന് പള്ളി കാണുമ്പോൾ തന്നെ അദ്ദേഹം അവിടെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ കുട്ടിയോടൊപ്പം പള്ളിയിലെത്തുന്ന അദ്ദേഹം ആ കുട്ടിയോട് ഇപ്രകാരം പറയുന്നുണ്ട്: കുഞ്ഞെ, നീ എനിക്ക് പള്ളിയിലേക്കുള്ള വഴി കാണിച്ചു തന്നു, നിനക്ക് ഞാൻ സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരും. എന്തായിരുന്നു ജോൺ മരിയ വിയാനി എന്ന ഇടയഹൃദയത്തിൻ്റെ പ്രത്യേകതകൾ? ഈ ലോകത്തിൻ്റെതായ സുഖഭോഗങ്ങളിൽ മാത്രം ശ്രദ്ധ പതിപ്പിച്ചിരുന്ന ഒരു ഇടവക സമൂഹമായിരുന്നു ആർസിലേത്. തങ്ങൾക്ക് വേണ്ടി ഒരിടയൻ വരുന്നുണ്ടെന്ന വസ്തുത പോലും അവർക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് വിശുദ്ധ ജോൺ മരിയ വിയാനിയെ സ്വീകരിക്കാനോ അദ്ദേഹത്തിൻ്റെ കുർബാനയിൽ പങ്കുകൊള്ളാനോ ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ മുട്ടിന്മേൽ നിന്ന് മണിക്കൂറുകളോളം പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്ന വൈദികനെക്കുറിച്ചുള്ള വാർത്ത ഇടവക പള്ളിയിലേക്കുള്ള വഴി മറന്ന ഇടവക സമൂഹത്തിന് ഒരു പുതിയ പ്രകാശമാവുകയായിരുന്നു. വിശുദ്ധ ജോൺ മരിയ വിയാനിയിലൂടെ തിരിതെളിയപ്പെട്ട ദിവ്യകാരുണ്യ ഭക്തിയും പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹവും ആർസിലെ ആ ഇടവക സമൂഹത്തെ പതിയെ പതിയെ രൂപാന്തരപ്പെടുത്തുകയുണ്ടായി. ആത്മാക്കളുടെ രക്ഷയ്ക്കായുള്ള അതിതീവ്രമായ അഭിലാഷമായിരുന്നു ജോൺ മരിയ വിയാനി എന്ന ഇടയൻ്റെ മുഖമുദ്ര. ആത്മാക്കളുടെ രക്ഷയ്ക്കായി അനുദിനം 14 മുതൽ 18 മണിക്കൂർ വരെ അദ്ദേഹം അനുരഞ്ജന കൂദാശ പരികർമ്മം ചെയ്യുന്നതിനായി ചെലവഴിക്കുകയുണ്ടായി. വഴിതെറ്റിപ്പോയ ധൂർത്തപുത്രന്മാരും ധൂർത്ത പുത്രിമാരും ദൈവ കരുണയുടെ ആഘോഷമാണ് കുമ്പസാരക്കൂടുകളിൽ അനുഭവിച്ചത്. ആർസിലെ വിശ്വാസികൾ മാത്രമല്ല, ഫ്രാൻസിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ അദ്ദേഹത്തിൻ്റെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും അദ്ദേഹത്തിൽ നിന്ന് അനുരഞ്ജന കൂദാശ സ്വീകരിക്കാനും അവിടെ എത്തുകയുണ്ടായി. അങ്ങനെ ആത്മാക്കൾ ദൈവ തീഷ്ണതയാൽ നിറയാൻ തുടങ്ങിയപ്പോൾ അതിന് കാരണക്കാരനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയെ തകർക്കാൻ സാത്താൻ പലതവണ ശ്രമിക്കുന്നുണ്ട്. ഒരിക്കൽ സാത്താൻ അദ്ദേഹത്തോട് ഇപ്രകാരം പറയുന്നുണ്ട്: നിന്നെപ്പോലുള്ള 3 തീക്ഷ്ണത നിറഞ്ഞ വൈദികർ ഫ്രാൻസിലുണ്ടെങ്കിൽ എനിക്കിവിടെ കാലുകുത്താൻ കഴിയുകയില്ല. ദൈവജനത്തിനു വേണ്ടി ഗോതമ്പ് മണി പോലെ അഴിയാനുള്ള ഒരു സന്നദ്ധത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. തൻ്റെ പക്കൽ അനുരഞ്ജന കൂദാശ സ്വീകരിക്കാൻ വരുന്നവർക്ക് വളരെ നാമമാത്രമായ പ്രായശ്ചിത്തമാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി നൽകിയത്. എന്നാൽ തൻ്റെ ജീവിതം ദൈവജനത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള ഒരു ആത്മീയ ബലിയായി സമർപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. പുഴുങ്ങിയ ഉരുളക്കിഴങ്ങും സൂപ്പും മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭക്ഷണം. അങ്ങനെ എല്ലാവരാലും എഴുതി തള്ളപ്പെട്ട, ആത്മീയമായി ക്ഷയിച്ച ആർസ് കാലാന്തരത്തിൽ ഫ്രാൻസിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ മുഴുവൻ ആത്മീയ കേന്ദ്രമായി മാറുകയായിരുന്നു. വിശുദ്ധ ജോൺ മരിയ വിയാനി എന്ന ഇടയൻ്റെ വിശുദ്ധി നിറഞ്ഞ സാന്നിധ്യമാണ് ആർസിനെ ലോകത്തിൻ്റെ ആത്മീയ കേന്ദ്രമാക്കി മാറ്റിയത്. അവിടെ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഴുകാത്ത മൃതശരീരം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിശുദ്ധിക്ക് അടിവരയിടുന്നതും. സ്നേഹമുള്ളവരെ, വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ നമ്മെ നയിക്കുന്ന എല്ലാ ഇടയന്മാരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. വിശുദ്ധി നിറഞ്ഞ ജീവിതത്തിലൂടെ ദൈവജനത്തെ ഈശോയുടെ ഹൃദയത്തോട് അടുപ്പിക്കാനും അവരുടെ ആത്മാക്കളെ രക്ഷിക്കാനും അങ്ങനെ ഈശോയുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഇടയന്മാരായി അവർ രൂപാന്തരപ്പെടാനും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ ഇടയന്മാരെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.